കുട്ടികളെ, എന്നെ പോലുള്ള തള്ളമാർക്ക് പറ്റിയൊരു മേക്കപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം വാരി വലിച്ച് തേക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര വൈറ്റ് വാഷ് പൂശിയ പോലെ ഇരിക്കുന്നുണ്ടെന്ന്. ഒന്നുമില്ലടാ, ഒന്നുമില്ല. നമ്മളിതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് തെക്കോടൊക്കെ നടന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്. നമ്മൾ അങ്ങനെയല്ലട അമ്മമാര്. അപ്പോഴേക്കും ഇത് ശരിക്കും നമ്മുടെ സ്കിന്നിനോട് ചേർന്ന് ചെറിയൊരു നാച്ചുറൽ ഗ്ലോ തരുന്ന ഒരു സംഭവങ്ങളാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മുടെ സ്കിൻ കെയർ എന്താണോ, ഇപ്പൊ പല ആൾക്കാരും കുരുവിനും അതിനും ഇതിനൊക്കെ മരുന്നൊക്കെ ചെയ്യുന്നവരുണ്ട്, അതൊക്കെ ഇടുക. ഞാനിതിൽ ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം നമ്മളിങ്ങനെ വാരി വലിച്ച് തേക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് ഇതെല്ലാം. ബേസിക്കലി ഞാൻ ആദ്യം ഉപയോഗിച്ച ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ട്. അതുമാത്രം ഇട്ട് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് പോകാൻ പോലും പറ്റും. അതേപോലെ ഇതിപ്പോ ഞാൻ ഒരുപാട് സ്റ്റെപ്പുകളൊന്നും ആഡ് ചെയ്യാതെ നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ക്രീം, പിന്നെ ഒരു ബി ബി ക്രീം എന്ന് പറയുന്നൊക്കെ ഒന്നും അങ്ങനെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. ബി ക്രീമിന്റെ ഉപയോഗം അതിൽ എന്തെങ്കിലും ചെറിയ തുളകളോ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനൊരു സെറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഒരു HD എഫക്റ്റ് വരും. HD എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മൊത്തത്തിൽ എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടുന്നുണ്ട്. ഒരുപാട് അതും പറഞ്ഞ് വാരി പൊത്തിയിട്ട് ചേച്ചി കുമ്മായം പൂശാരിയിരിക്കണമെന്ന് പറയരുത്. എല്ലാം മിനിമൈസ് ചെയ്ത് ചെയ്യുക. ചെയ്യുമ്പോൾ ചെവിയുമേയും കഴുത്തുമേയും ഒക്കെ ചെയ്യണം. പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്രീം പോലത്തെയാണ് കേട്ടോ. അതായത് ഇങ്ങനെ ഡ്രൈ ഒന്നല്ല, ക്രീം പോലത്തെ ഒരു സംഭവമാണ്. അതൊരു ബ്രൗൺ ഷെയ്ഡാണ്. എന്നാൽ മറ്റേ പിള്ളേരെ നമ്മൾ കണ്ണൊക്കെ എഴുതൂലേ, അതുപോലെ നിറഞ്ഞു നിക്കത്തൂല. പിരികമൊക്കെ ചെറുതായിട്ടൊന്ന് ഫില്ല് ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് കൊണ്ടുപോയി ഭയങ്കര കടുപ്പത്തിലൊന്നും എഴുതി വെക്കരുത്. അപ്പോൾ നമ്മൾ മറ്റേ പിള്ളേരെ ജനിച്ചപ്പോൾ എഴുതിയ പോലെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒക്കെ അതൊന്ന് നമുക്ക് അതിനുള്ള ബോധമൊക്കെ ഉണ്ടാവുമല്ലോടാ. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ ആദ്യം ഇടുമ്പോൾ ഒരു ഒട്ടൽ പോലെയൊക്കെ തോന്നട്ടോ, കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും. പക്ഷേ ഇല്ലേ, ഇത് നമ്മൾ വിചാരിക്കുമൊക്കെ പോകുമെന്ന്, പക്ഷെ പോകത്തില്ല. ഐബ്രോസും അതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഞാനാണെങ്കിൽ ഐബ്രോസ് ചെയ്യാത്തതുകൊണ്ടിട്ടില്ലേ ഒരുമാതിരി ഷേപ്പിലാണ് ഐബ്രോ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ഈ ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടാടാ. ഈ ഷർട്ടിന്റെ ഹാഫ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഷെമി പോലത്തത്. പക്ഷേ ഞാനൊരു ഹൈ വേസ്റ്റ് ജീൻസാണ് ഇട്ടത്. എനിക്ക് അങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഇടുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത്രയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ 30+ 40+കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേക്കപ്പ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് ചിലവാക്കാനും മടിയാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ വലിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ.